താജ്മഹൽ 17-ാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ പട്ടമഹിഷിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി പണിതതാണ് താജ്മഹൽ. ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് തീർത്ത പൊക്കമുള്ള ചുറ്റുമതിലിനുള്ളിൽ ദീർഘചതുരാകൃതിയിലുള്ള വിസ്തൃതമായ സ്ഥലത്താണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗത്ത് സമചതുരാകൃതിയിലുള്ള ഉദ്യാനമുണ്ട്. ഇതിൻ്റെ മധ്യത്തിലേക്ക് മാർബിൾ കൊണ്ട് തീർത്ത തോടിലൂടെ യമുന നദിയുടെ ജലം തിരിച്ചുവിട്ടിട്ടുണ്ട്. താജ്മഹലിൻ്റെ ചുമരുകളിൽ പരിശുദ്ധ ഖുർആനിലെ വരികളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. താജ്മഹലിൻ്റെ ഉള്ളിൽ അഷ്ടകോണാകൃതിയിലുള്ള ഒരു മുറിയുണ്ട്. അവിടെയാണ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും അലങ്കൃതമായ ശവമഞ്ചം സൂക്ഷിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ ശില്പി ആരെന്ന് വ്യക്തമല്ല. എന്നാൽ ഈ മനോഹര സ്മാരകത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ വിദഗ്ധരായ തൊഴിലാളികളുടെ പേരുകൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യയുടെ നാനാഭാഗങ്ങളിലുള്ള ശില്പികളാണ് ഈ സംരംഭത്തിൽ പങ്കാളികളായിട്ടുള്ളത്. 20,000 ജോലിക്കാർ 22 വർഷം കൊണ്ടാണത്രേ ഇത് പൂർത്തിയാക്കിയത്. നിസ്തുലമായ മുഗൾ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര സൗധത്തിൽ പേർഷ്യ, മധ്യ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ വാസ്തുശില്പ സംസ്കാരത്തിൻ്റെ സ്വാധീനം പ്രകടമാണ്. ഷാജഹാൻ്റെ ഉയർച്ചയും തകർച്ചയും പെട്ടെന്നായിരുന്നു. സ്വന്തം പുത്രനാൽ കാരാഗൃഹത്തിലടയ്ക്കപ്പെട്ട ഷാജഹാൻ അവിടെ കിടന്ന് താജ്മഹൽ കണ്ടുകൊണ്ടാണ് മരിച്ചത്.